കാപ്പി വിളവെടുപ്പ് ആരംഭിച്ചു. വിലയുണ്ടെങ്കിലും വിളവില്ലാത്തത് കർഷകർക്ക് കണ്ണീർ കാലമായി മാറുകയാണ്. അറബി കാപ്പിക്ക് 300-ഉം റോബസ്റ്റയ്ക്ക് 235-ഉമാണ് ഇപ്പോൾ ലഭിക്കുന്ന വില. റോബസ്റ്റ അറബിക് കാപ്പികളാണ് ഹൈറേഞ്ചിൽ അധികമായും ഉള്ളത്. ഈ കാപ്പികൾക്ക് ന്യായവില വിപണിയിലുമുണ്ട്. ഉണക്ക റോബസ്റ്റയ്ക്ക് 235 രൂപയും അറബിക് കാപ്പിക്ക് 300 രൂപയുമാണ് ഇപ്പോഴത്തെ വിപണിയിലെ വില. കാലാവസ്ഥ വ്യതിയാനം കാരണം വിളവെടുപ്പ് താമസിച്ചെങ്കിലും വിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. ന്യായവിലയുള്ളപ്പോൾ വിളവില്ലാത്തത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടർക്കഥയായി മാറുകയാണ്. തുടർച്ചയായി ഉണ്ടായ മഴയാണ് ഈ വർഷം വില്ലനായത്. പൂത്ത കാപ്പികളിൽ കാര്യമായ കുരു പിടിച്ചില്ല. പിടിച്ച കുരുവിന്റെ വലിപ്പവും കുറഞ്ഞു. ചുരുക്കം ചില കർഷകരുടെ വലിയ തോട്ടങ്ങളിൽ മാത്രമാണ് വലിയ അളവിൽ അറബിക് കാപ്പികൾ ഉള്ളത്. അറബിക് കാപ്പിയുടെ വിളവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. റോബസ്റ്റ കാപ്പിയുടെ വിളവെടുപ്പ് അടുത്ത മാസം ആരംഭിച്ച് 2 മാസം നീണ്ടു നിൽക്കും. നിലവിൽ റോബസ്റ്റ കാപ്പിക്കുരു കിലോഗ്രാമിന് 55 രൂപയ്ക്കും ഉണങ്ങിയത് 230 രൂപയ്ക്കും വ്യാപാരികൾ വാങ്ങുന്നുണ്ട്. അതുപോലെ അറബിക് കർഷകരിൽ നിന്നും കിലോഗ്രാമിന് 95 രൂപയ്ക്കും ഉണങ്ങിയത് 300 രൂപയ്ക്കും വ്യാപാരികൾ വാങ്ങുന്നു. കാപ്പിക്കുരുവിന്റെ വില ഉയർന്നു നിൽക്കുന്നത് കർഷകർക്ക് സംതൃപ്തിയും പകരുന്നു. ഇപ്പോൾ കാപ്പിയുടെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഉണങ്ങി വരാൻ തുടങ്ങി. ഈ വർഷം ആവറേജ് വിലയുണ്ട്. 210 രൂപ മുതൽ 215 രൂപ വില തീരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാർക്കറ്റ് സ്റ്റഡിയായിട്ട് പോകും. ഇനിയും കാപ്പി വില വീഴാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം കാപ്പി വിളവ് വളരെ കുറവാണെന്നും കായ്കൾ പറിച്ചെടുത്ത് ഉണങ്ങേണ്ട സമയത്ത് ആവശ്യത്തിന് വെയിലും മഴയും ലഭിച്ചില്ലെങ്കിൽ അത് കർഷകന് വലിയ തിരിച്ചടിയാകുമെന്നും കർഷകർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ന്യായവില ലഭിക്കുന്ന കാപ്പിക്കുരുവിന്റെ വില ഇനിയും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷത്തേക്കാൾ വിളവ് 4-1 കർഷകർക്ക് വിളവെടുപ്പ് കാലം ദുരിതകാലമായി മാറിയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.